ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും വല്ലാതെ തളർന്ന് ഇനി എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും, ഞാൻ എങ്ങനെ ഇനി കാര്യങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്ന, ആശങ്കപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊക്കെ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ദുർഘടാവസ്ഥ ജീവിതത്തിലുണ്ടാവുക. പക്ഷേ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് നേടുക. 10-70 വർഷമൊക്കെ ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ ശിരസ് മാത്രം പുറത്തേക്ക് കാണുന്ന നിലയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ജീവിച്ച് നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ച ഒരു മനുഷ്യൻ ശ്രീ പോൾ അലക്സാണ്ടർ. അദ്ദേഹം പക്ഷേ 10-70 വർഷത്തെ ആ ജീവിതത്തിന് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്ന്. An opportunity back in 1952 in an epidemic of polio to contract that polio. And I've been paralyzed in the surface. And I live in an iron lung because I can't breathe on my own. I went to school with my iron lung. I am a lawyer now. I practiced law for 30 years. I wrote a book and gave it to the world about beating my polio. അഞ്ജലി നമുക്കൊപ്പമുണ്ട്. അഞ്ജലി, ഞാനൊരു പുസ്തകം ഈ ലോകത്തിനായി എഴുതി, 30 വർഷത്തോളം അഭിഭാഷകനായി ജോലി ചെയ്തു, അധ്യാപകനായി. ഇതൊക്കെ പറയുന്നത് സാധാരണ സാഹചര്യങ്ങൾ ഉള്ള ശരീരമോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഉള്ള ഒരു മനുഷ്യനല്ല. ഒരു ഇരുമ്പുകൂടിനുള്ളിൽ ശിരസ് മാത്രം പുറത്തേക്ക് കാണുന്ന പോലെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇപ്പോഴും അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വല്ലാതെ വേദന ഉണ്ടാക്കുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ നമുക്ക് എടുത്തു പറയാൻ വേറെ ഉദാഹരണങ്ങളൊന്നുമില്ലാത്ത ഈ ജീവിതത്തെക്കുറിച്ച് പറയാം. അതെ, ഞാനും ദിവേഷും അടക്കം പലരും ഒരു ചെറിയ രോഗം വന്നാലോ എന്തെങ്കിലും പറ്റി നമ്മൾ പറയൂ എൻ്റെ ജീവിതം ഇനി എന്താവും, അല്ലെ ചെറിയൊരു ആക്സിഡൻറ്റ് വരുമ്പോൾ പോലും അതിനെ അതിജീവിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. അത്തരം ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഒരു മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് പോൾ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇദ്ദേഹം. 1950 അമേരിക്കയിൽ പോളിയോ വാക്സിൻ എന്ന ഈ രോഗം പടരുന്നത്. ഏകദേശം 100 കണക്കിന് കുട്ടികൾക്കാണ് ഇത് ബാധിച്ചത്. അതിൽ ഒരാളാണ് ഈ അലക്സാണ്ടർ പോൾ എന്ന് പറയുന്ന ഇദ്ദേഹം കഴിഞ്ഞ 70 വർഷമായി ഈ ഇരുമ്പ് ബോക്സിനുള്ളിലാണ് കഴിയുന്നത്. ഈ അലക്സാണ്ടർ പോളിനെ ഈ രോഗം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ തലയും നാവും ഒഴികെ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും തളർന്നു പോയിരുന്നു. എന്നാൽ അദ്ദേഹം സ്വയം ഇതിനോടെല്ലാം പൊരുതി അദ്ദേഹം ഇതിനെല്ലാം അതിജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഈ അദ്ദേഹത്തിന് സ്വന്തമായി ശ്വസിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു യന്ത്രം കൊണ്ടുവരികയും ഈ അയൺ ബോക്സിനുള്ളിൽ അദ്ദേഹത്തെ കിടത്തി അദ്ദേഹത്തിന് ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടെ ശ്വസിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനും ഡോക്ടർമാർ ഇത്തരത്തിലൊരു മാർഗം കണ്ടുപിടിച്ചത്. ഏതായാലും കഴിഞ്ഞ 70 വർഷമായി, ഇപ്പോൾ അദ്ദേഹത്തിന് 78 വയസ്സായി, കഴിഞ്ഞ 70 വർഷമായി അദ്ദേഹം ഇതിനുള്ളിലാണ്. അദ്ദേഹം ഇപ്പോൾ ദിവേഷ് സൂചിപ്പിച്ച പോലെ അധ്യാപകനാണ്, അദ്ദേഹം എഴുത്തുകാരനാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ എങ്ങനെ എഴുതുന്നു, ഒരാളെ ട്രാൻസ്ലേറ്ററെ വെച്ച് അദ്ദേഹം വഴിയാണ് എഴുതുന്നത്. പിന്നെ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കഴിവെന്ന് പറയുന്നത് അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കും. അത് അദ്ദേഹം വായിൽ ബ്രഷ് കടിച്ചു പിടിച്ച് ക്യാൻവാസ് അടുത്ത് വെച്ചാണ് അദ്ദേഹം വരയ്ക്കുന്നത്. തൻ്റെ കഴിവുകളെല്ലാം ഈ ഒരു അവസ്ഥയിലും അദ്ദേഹം തൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ 70 വർഷം ഈ അയൺ ബോക്സിനുള്ളിൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കാലം ഇത്തരത്തിൽ അയൺ ബോക്സിനുള്ളിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡും മുൻ വർഷങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ മനക്കരുത്ത് തന്നെയാണ്. കാരണം ശരീരം മൊത്തം തളർന്നു പോയിട്ടും തൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ഇനി ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വേണം പറയാൻ. ശരിയാണ് അഞ്ജലി.